ഇത് എവിടെ ചെന്ന് നിൽക്കുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു ചിലപ്പോഴൊക്കെ നമ്മൾ ഈ ജെയിംസ് ബോണ്ടിൻ്റെ ഒക്കെ പടം കാണാൻ പോകും. 007 മമ്മൂട്ടി. ഇൻട്രോയ്ക്ക് പൊളിയാണ്. ഇൻട്രോ ഒരു ഇതാണെങ്കിലും ഇൻട്രോയ്ക്ക് ശേഷം വരുന്ന ഒരു വില്ലൻ ഇൻട്രോ ആണ്. അതിനെക്കാട്ടി വേറെ ഇൻട്രോ അതിനേക്കാളും മേളി വന്നു. ഫസ്റ്റ് ഇൻട്രോയിൽ തിയേറ്റർ കുലുങ്ങും. വില്ലൻ ഇൻട്രോ ആണ്. അതിനെക്കാട്ടി വേറെ ഇൻട്രോ വില്ലനാണ്. വേറെ ഇൻട്രോ കൊടുത്തേക്കുന്നത്. രണ്ടും കട്ടക്കാട്ടായി. ഓക്കെയാണ്. ഇനി അടുത്ത നോക്കാം. ഒരുപാട് വ്യത്യാസമുണ്ട്. എങ്ങനെയാണ് മൊത്തത്തിൽ ക്യാരക്ടർ എങ്ങനെയുണ്ട്? ക്യാരക്ടർ പൊളിയിലാണ്. പിന്നെ ഈ മനുഷ്യൻ ഇങ്ങനെ ആക്കരുത് എനിക്കറിയില്ല. ഇത് എവിടെ ചെന്ന് നിൽക്കുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു ചിലപ്പോഴൊക്കെ നമ്മൾ ഈ ജെയിംസ് ബോണ്ടിൻ്റെ ഒക്കെ പടം കാണാൻ പോകും. 007 മമ്മൂട്ടി. അങ്ങനെ വേണം പറയാൻ. അതുപോലാണ് പോകുന്നത്. ഇൻട്രോ ഒക്കെ എങ്ങനെയാണ്? അടിപൊളിയാണ്. കണ്ടിട്ട് അഭിപ്രായം പറയണം. കാണാതെ ഒരു അഭിപ്രായം പറയരുത്. നമ്മൾ കണ്ടിട്ടാണ് പറയുന്നത്. ഇതുവരെ കണ്ടത് വെച്ച് നോക്കുമ്പോൾ സംഭവം പൊളിച്ച്. അടിപ്പടമാണ്. ഫുൾ അടി. അടിപ്പടമെന്ന് വെറും അടിപ്പടമല്ല, കാര്യമുള്ള അടിയാണ്. എന്നാൽ കഥയുണ്ട്, അത്യാവശ്യം നല്ല മിടുക്കനായിട്ടുള്ള സ്റ്റോറിയുണ്ട്, തമാശയുണ്ട്, നമ്മളൊരു വെറൈറ്റി ലുക്ക്. മാസ് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. സൂപ്പറാണ്. നല്ല മമ്മൂട്ടി. ഫസ്റ്റ് ഹാഫ് എൻഗേജിങ് ആണ്. ഇൻട്രോ ഒക്കെ എങ്ങനെയാണ്? ഇൻട്രോയ്ക്ക് പൊളിയാണ്. ഇൻട്രോ ഒരു ഇതാണെങ്കിലും ഇൻട്രോയ്ക്ക് ശേഷം വരുന്ന ഒരു കമ്മിങ് ബാക്ക് ഉണ്ട്. അത് കിടുവാണ്. മമ്മൂട്ടിയുടെ ഒരു ക്യാരക്ടർ പിടിച്ചുള്ള സംഭവമാണ്. അത് എങ്ങനെയാണ്? വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും മമ്മൂക്കയെ വെച്ചിട്ടുള്ള ഒരു മാസ് എന്റർടൈനർ. അതിന് എന്തൊക്കെ ചേരാമോ അതൊക്കെ ചേർത്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് കൊള്ളാം. സാറ്റിസ്ഫൈഡ് ആണ്. വൈശാഖിൻ്റെ ഒരു നോർമൽ ഇതാണൊക്കെയുള്ള സിനിമകളെ കണക്ക് ഒരു മാസ് പടമാണ്. കഴിഞ്ഞ മോൺസ്റ്റർ വെച്ച് നോക്കുമ്പോൾ മോൺസ്റ്ററിനെ വെച്ച് ഭയങ്കര അടിപൊളി സിനിമയാണ്. അങ്ങനെ കോമഡി ആക്ഷനാണ്. മാനുവലിന്റെ സ്ക്രിപ്റ്റ് ഒരു ത്രെഡ് ഉണ്ട്. ഒരു റിയൽ ലൈഫ് സ്റ്റോറിയാണ്. നല്ല